ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഒക്ടോബർ 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ അമൽ നീരദിന്റെ മൾട്ടി സ്റ്റാർ സിനിമയാണല്ലോ ബൊഗെയിൻവില്ല. സുഷിൻ ശ്യാമിന്റെ സിനിമയിലെ പ്രൊമോ വീഡിയോ നാളെ പുറത്തുവരികയാണ്. സ്തുതി എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനമായിരിക്കും നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തുവരിക. പർദീസയെല്ലാം തന്നെ പോലെ തരംഗമാകട്ടെ അമൽ നീരദിന്റെ ഏറ്റവും പുതിയ സിനിമയിലെ ഗാനം എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഗെയിം ചേഞ്ചർ ഈ വർഷം ഡിസംബർ 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന രാം ചരൺ നായകനെത്തുന്ന ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ. പാൻ ഇന്ത്യൻ റിലീസായിട്ട് വമ്പിൻ റിലീസോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ രണ്ടാമത്തെ സിംഗിളിന്റെ പ്രൊമോ വീഡിയോ ഈ വരുന്ന സെപ്റ്റംബർ 28-ന് റിലീസ് ചെയ്യുമെന്ന് ഇന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. തമനാണ് സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്. സൽമാൻ ഖാന്റെ അടുത്ത വമ്പൻ സിനിമയാണല്ലോ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന AR മുരുകാദോസ് സംവിധാനം ചെയ്യുന്ന സിക്കന്ദർ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ സ്റ്റിൽ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ സൽമാൻ ഖാന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. സിനിമ അടുത്ത വർഷം ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. കൂടുതൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 2020-2021 കാലയളവിൽ ചിത്രീകരിച്ച മലയാളം ത്രില്ലർ സിനിമയാണ് ത്രയം. സണ്ണി വെയിൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ ഒരുപാട് അഭിനേതാക്കൾ മലയാളത്തിൽ നിന്നും ഭാഗമായ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു അപ്ഡേറ്റും വന്നിരുന്നില്ല. ഇപ്പോഴിതാ ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ക്യാരക്ടർ പോസ്റ്റർ, അനാർക്കലിയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിരിക്കുകയാണ്. അതോടെ സിനിമ വൈകാതെ റിലീസ് ചെയ്യുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അജിത് വിനായക ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മോളിവുഡിൽ നിന്നും ഈ ആഴ്ച 2 സിനിമകൾ റിലീസ് ചെയ്യുന്നു. അതിലൊന്ന് കപ്പ് എന്ന സിനിമയാണ്. മാത്യു തോമസ്, ബേസൽ ജോസഫ് തുടങ്ങിയവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. ഒരു സ്പോർട്സ് ഡ്രാമ സിനിമ കൂടിയാണ് കപ്പ്. മറ്റൊന്ന് ഗുമസ്തൻ എന്ന സിനിമയാണ്. ബിപിൻ ജോർജ്, ദിലീഷ് പോത്തൻ തുടങ്ങിയവർ സിനിമയിൽ അഭിനയിക്കുന്നു. ഈ 2 മലയാളം സിനിമകളും ഈ ആഴ്ച സെപ്റ്റംബർ 27-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ഇന്ന് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. പൂജ ചടങ്ങും നടന്നിരിക്കുകയാണ്. ജിതിൻ കെ ജോസ് എന്ന നവാഗത സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമ കൂടിയാണ്. വിനായകൻ സിനിമയിൽ മറ്റൊരു പ്രധാന റോളിലെത്തുന്നു. സിനിമയുടെ പൂജ ചടങ്ങിൽ മമ്മൂക്ക സന്നിഹിതനായിരുന്നില്ല. അവസാനത്തെ അപ്ഡേറ്റ് കങ്കുവ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇനി കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് വെറും 50 ദിവസങ്ങൾ മാത്രം ബാക്കി. സൂര്യ നായകനെത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ വീഡിയോ ഇന്ന് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വന്നിരിക്കുകയാണ്. സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിക്കുന്ന സിനിമ നവംബർ 14-ാം തീയതി ശിശുദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അടുത്ത വമ്പൻ അപ്ഡേറ്റുകൾ അടുത്തയാഴ്ച മുതൽ വന്നു തുടങ്ങുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ കങ്കുവയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.